നമ്മൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ പ്രത്യേക ബ്ലോക്കിലിരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഏത് ബ്ലോക്കിൽ ഇരിക്കണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നതത്രേ. നോക്കൂ, എത്രമാത്രം ഇരട്ടത്താപ്പാണ്. അവർ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് സഭയിൽ അങ്ങനെ എവിടെ ഇരിക്കണമെന്നൊക്കെ രാഹുൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കട്ടെ എന്ന്. എത്രമാത്രം ഔദാര്യമാണ്, എത്രമാത്രം സ്നേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് ഇതൊക്കെ കാണിക്കുന്നത്? അയാൾ എന്തിന്റെ പേരിലാണ് ആരോപണ വിധേയനായി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത്? അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നും പറയാനില്ല. നൃപൻ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നോക്കാം എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്ന്. നൃപൻ, ഇതെന്താണ് ഇപ്പോൾ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചാൽ മതി എന്നാണോ പറയുന്നത്? പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമോ എന്ന്? കോൺഗ്രസ് നേതൃത്വത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല അയാളുടെ കാര്യത്തിൽ എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മനു, നമ്മൾ മുഖവരിയായി ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്തതുപോലെ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആരെടുക്കും എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം കോൺഗ്രസിൽ നിരന്തരം തുടരുകയാണ്. കാരണം സസ്പെൻഷൻ നടപടി സ്വീകരിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി സ്പീക്കർക്ക് കത്ത് നൽകണം. ഈ വരുന്ന 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. അങ്ങനെ സ്പീക്കർക്ക് ഇതുവരെ കത്ത് നൽകിയിട്ടില്ല. സ്പീക്കർക്ക് കത്ത് നൽകിയാൽ അദ്ദേഹത്തെ ഏത് ബ്ലോക്കിലാണ്, കാരണം UDFൻ്റെ ഭാഗമല്ല, പിന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ അംഗത്വമുള്ള ഒരു MLA അല്ല. സ്വാഭാവികമായി അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ UDFൻ്റെ ബ്ലോക്കിൽ ഇരിക്കാൻ അർഹനല്ല. പിന്നെ അദ്ദേഹം ഏത് ബ്ലോക്കിൽ ഇരിക്കും? ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പിന്നെ അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആരുടെ അഭിപ്രായമാണ് പറയുക? UDFൻ്റെ അഭിപ്രായമാണോ പറയുക? അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിലെ ഉത്തരവാദിത്വം UDFനാണോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പലതരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന് വെളുപ്പിച്ചെടുത്ത് നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം സൈബർ രംഗത്ത് വ്യാപകമായ ആക്രമണം നടത്തുന്നു. ഇതിനെതിരെ സംഘടനാ നടപടി സംബന്ധിച്ച് പറയുന്ന നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. അത് ഒരു ഭാഗത്ത് തുടരുകയാണ്. പക്ഷേ സസ്പെൻഡ് ചെയ്തു എന്ന കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്പീക്കറെ അറിയിച്ചിട്ടില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തെ നിയമസഭയിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നൊരു പാർട്ടി പറയുകയാണ്. അത്രയും ദയനീയമായ അവസ്ഥയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് സംഘടന നടപടിയെടുത്തത്? അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്? നിയമപരമായ നടപടി തുടരുന്ന ഒരു കോൺഗ്രസ് MLA എന്ന നിലയിൽ അവിടെ വ്യക്തിപരമായി അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള അർഹതയുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇനി കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരിക. UDFൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. കാരണം ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്നതും ഒരു നിലപാട് സ്പീക്കറെ അറിയിക്കുന്നതിലും വൈകുന്നതിലും വലിയ തരത്തിലുള്ള അതൃപ്തിയാണ്. മുതിർന്ന നേതാക്കൾക്കും ഇക്കാര്യത്തിൽ രാഹുലിനെ വ്യക്തിപരമായി അദ്ദേഹം പങ്കെടുക്കണമെങ്കിൽ പങ്കെടുത്തോട്ടെ എന്ന തരത്തിൽ ഇളവ് നൽകുന്നത് ശരിയായ സമീപനമല്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരം മുതലാക്കി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഭരണപക്ഷം വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമായി മാറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് മറുപടിയാണ് UDF നേതാക്കൾ സഭയിൽ പറയുക എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുകയാണ്. പക്ഷേ അടിയന്തരമായി ഈ കാര്യങ്ങൾ സ്പീക്കറെ അറിയിക്കണം എന്ന ഒരു തത്വത്തിലൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനി നിയമസഭാ സമ്മേളനത്തിൽ കേവലം 3 ദിവസങ്ങൾ, 3ാമത്തെ ദിവസം നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. ഇന്ന് 12-ാം തീയതി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായ കാലവിളംബത്തെ സംബന്ധിച്ച അതൃപ്തി പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. മനു. ശരി നൃപൻ, ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അവർ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ വലിയ ഇരട്ടത്താപ്പമുണ്ട്. അവർ ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെയാണ്. എത്ര സ്നേഹമാണല്ലേ, എന്തൊരു ഔദാര്യമാണല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അന്ന് നടപടിയെടുത്തപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഹൃദയവേദനയോടെയാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന്. ആ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഇല്ലാത്തൊരു ഹൃദയവേദന മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് വന്നുപോലും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നത്. എന്തൊക്കെ കാണണം, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ നമ്മളോട് പറയുന്നത് എന്താണ്? ഞങ്ങളെല്ലാവരും പുണ്യവാളന്മാരാണെന്ന്. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളത്. സൈബർ ആക്രമണമൊക്കെ വല്ലാതെ നേരിട്ട് നിൽക്കുമ്പോഴും കൈവിടാൻ മടിയാണ്. സ്വാഭാവികമായും എന്തൊക്കെയോ ഭയക്കുന്നുണ്ടാകാം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ മനസ്സിലാക്കുക.